നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. മെയ് മാസത്തിലെ പെൻഷൻ 2000 രൂപയുടെ വിതരണം തുടങ്ങിയിട്ടുണ്ട്. പല ആളുകൾക്കും ഇപ്പോൾ പണം അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്തും പണം അക്കൗണ്ടിൽ എത്താത്ത ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. സർക്കാർ അറിയിച്ചതനുസരിച്ച് മെയ് മാസം 25-ാം തീയതി തന്നെ പണം അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഒട്ടുമിക്ക ആളുകൾക്കും ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ പണം അവരുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ കുറച്ച് ആളുകൾക്ക് പണം എത്താത്ത അവസ്ഥയും ഇപ്പോൾ കാണുന്നുണ്ട്. നിങ്ങൾക്കിന്ന് പെൻഷൻ പണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ യെസ് എന്നും എല്ലാത്ത ആളുകൾ നോ എന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സെർവർ തകരാറ് മൂലമാണ് പല ആളുകൾക്കും പണം എത്താത്തത്. അവർക്ക് നാളത്തോടു കൂടി തന്നെ പണം അക്കൗണ്ടിൽ വരുന്നതാണ്. നമുക്കറിയാം, ഇനി 2 ദിവസങ്ങൾക്കപ്പുറം പെരുന്നാളാണ്. അതിന് അവധി ഉണ്ടായിരിക്കും. ഈ ഒരു അവധിക്ക് മുമ്പ് തന്നെ മുഴുവൻ ആളുകളുടെയും കൈകളിലും നേരിട്ടും പണം അക്കൗണ്ടിലും എത്തിക്കാൻ ഇപ്പോൾ സർക്കാർ തലത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. ചില ബാങ്കുകളുടെ സർവർ തകരാറ് മൂലവും മറ്റ് സോഫ്റ്റ്വെയർ തകരാറ് മൂലമാണ് ഇന്ന് പണം പല ആളുകൾക്കും എത്താത്തത്. നിങ്ങൾക്ക് പണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യം ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഏത് ബാങ്കിലാണ് പണം എത്തിയതെന്നും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അത് മറ്റാളുകൾക്ക് അതൊരു ഉപകാരപ്രദമായിരിക്കും. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ഇന്ന് തുടങ്ങിയിട്ടില്ല. അത് വരും ദിവസങ്ങൾ തന്നെ, നാളെയോ അതല്ലെങ്കിൽ മറ്റന്നാളോ ആയിരിക്കും സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം തുടങ്ങുക. അവർക്ക് 2 മാസത്തെ പെൻഷനാണ് ലഭിക്കാനുള്ളത്. ഏപ്രിൽ മാസത്തിലെ 1000 രൂപയും മെയ് മാസത്തിലെ 1000 രൂപയും കൂടെ 2000 രൂപയാണ് അവർക്ക് ലഭിക്കാനുള്ളത്. അത് വരും ദിവസങ്ങൾ തന്നെ, നാളെ അല്ലെങ്കിൽ മറ്റന്നാളോ ആയിരിക്കും അതിൻ്റെ വിതരണം ഉണ്ടായിരിക്കുക. ആദ്യം വാർദ്ധക്യ, വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്ത ആളുകൾക്ക് മാത്രമായിരിക്കും തുടർന്നും പെൻഷൻ ലഭിക്കുക. പെൻഷൻ മസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ പെൻഷൻ വരുമാന സർട്ടിഫിക്കറ്റ്, അങ്ങനെ സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷ 60 വയസ്സ് കഴിഞ്ഞതിന് മുമ്പുള്ള സ്ത്രീകൾക്കുള്ള പെൻഷനുണ്ട്, വിധവ പെൻഷൻ. ഈ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ എല്ലാ വർഷവും നൽകേണ്ട സത്യാമൂലമുണ്ട്. അവർ വീണ്ടും വിവാഹിതയായിട്ട് നൽകുന്ന സത്യാമൂലം. ഈ സത്യാമൂലം നൽകാത്ത ആളുകൾക്കും പിന്നീട് പെൻഷൻ ലഭിക്കുകയില്ല. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പെൻഷൻ പോർട്ടലിൽ പോയി ചെക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആ പോർട്ടലിൽ പോയി ചെക്ക് ചെയ്യാം. അവിടെ നമ്മുടെ ആധാർ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മസ്റ്റിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ടോ, വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടതുണ്ടോ, അതുപോലെ തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നൽകേണ്ട സത്യാമൂലം നൽകേണ്ടതുണ്ടോ എന്നിവ അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ അറിയാൻ സാധിക്കും. ഇതിന് ലിങ്ക് ആവശ്യമുള്ള ലിങ്ക് അത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് ലൈക്ക് അടിച്ച് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ന് പെൻഷൻ ലഭിക്കാത്ത ആളുകൾക്ക് നാളെ മുതൽ പെൻഷൻ വിതരണം വീണ്ടും പുനഃസ്ഥാപിക്കുകയും ചെയ്യും. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരെ